ഷാലോം ടി വി ഒരുക്കുന്ന രണ്ടാം വരവ് യുഗാന്ത്യപരമായ വെളിച്ചം വീശുന്ന ഈ പ്രബോധന പരമ്പരയിൽ 7ാം എപ്പിസോഡിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മളിവിടെ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവാത്മാവിൻ്റെ പ്രചോദനത്താൽ നമ്മൾ പഠിക്കണം. ഇത് മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമായിട്ടുള്ളതാകാം. പക്ഷെ വിഷമിക്കേണ്ട. ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല, എന്നാൽ ഞാൻ അയക്കുന്ന പരിശുദ്ധാത്മാവ് ആയ സഹായകൻ നിങ്ങളെ എല്ലാം പഠിപ്പിക്കും. സ്നേഹമുള്ളവരെ, നമുക്കൊരു നിമിഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ മക്കളായ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന അങ്ങയുടെ ആ വലിയ തേജസ്, ആ വെളിച്ചം ഞങ്ങളിൽ പകരണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സ്നേഹമുള്ളവരെയും, ഈ പഠന പരമ്പരയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ രണ്ടാം വരവ്, അന്ത്യവിധി, പുതിയ ആകാശം പുതിയ ഭൂമി, ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് ഇനി തുടർന്ന് നമ്മൾ വരാൻ പോവുകയാണ്. നമ്മുടെ വിശ്വാസ പ്രമാണമാണത്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റവും നമ്മുടെ വിശ്വാസം മകുടമണിയുന്നത് രണ്ടാം വരവിലുള്ള വിശ്വാസവും അന്ത്യവിധിയിലും പുതിയ ആകാശം പുതിയ ഭൂമിയിലും നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പിലും ഉള്ള വിശ്വാസത്തിലുള്ള കൃത്യമായ ബോധ്യത്തിലാണ് നമ്മുടെ വിശ്വാസം മകുടമണിയുന്നത്. ഞാൻ ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞു, കർത്താവ് ഈശോ മിശിഹാ വന്നു, പിറന്നു, ജനിച്ചു, മരിച്ചു. ഇതിൽ നമുക്ക് വിശ്വാസത്തിനൊരു കുഴപ്പമില്ല. കാരണം ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളിലുള്ള വിശ്വാസമാണ്. അതോടൊപ്പം ഈ രണ്ടാം വരവിൽ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ആവശ്യമായ ബീജം ഒന്നാം വരവിലുള്ള വിശ്വാസത്തിൽ കർത്താവ് നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ പഠിക്കേണ്ടത്, നമ്മളെ കുർബാനയിലെല്ലാം പറയാറുള്ളൊരു വാക്കാണ് വിസ്മയനീയത, മിസ്റ്റിസിസം, മിസ്റ്റിക്സ്. ഈ മിസ്റ്റിസിസം അല്ലെങ്കിൽ വിസ്മയനീയമായ ദൈവിക രഹസ്യങ്ങൾ ദൈവശാസ്ത്രജ്ഞന്മാർക്ക് മാത്രമല്ല, സഭാപിതാക്കന്മാർക്ക് മാത്രമല്ല, നമ്മുടെ നാട്ടുംപുറത്തെ സാധാരണ ആളുകൾക്കും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഉദാഹരണമാണ് മറിയം തെരേസയുടെ സിനിമ നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഈ നാട്ടുംപുറത്ത് വളർന്ന ഈ പെൺകുട്ടിക്ക് എന്തോ ഒരു വലിയ മിസ്റ്റിക് എക്സ്പീരിയൻസാണ് ഉണ്ടായത്. ഇതുപോലെ നമുക്കെല്ലാവരിലും അതേ ആത്മാവ് തന്നെയാണുള്ളതെന്നും നമ്മളെല്ലാവർക്കും ഈ മിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, വിസ്മയനീയമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള എല്ലാ അർഹതയുമുണ്ട്. ദൈവം ഒരു പക്ഷപാതവും കാണിക്കുന്നില്ല. ആ ഒരു ബോധ്യത്തോടെ നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നത്, സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം
ഞങ്ങളോട് കരുണ കാണിക്കണേ, ഞങ്ങൾക്ക് വെളിപ്പെടുത്തലുകൾ നൽകണേ, ഞങ്ങളെ പഠിപ്പിക്കണേ. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ വിശ്വാസ പ്രമാണത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഉയർത്തെഴുന്നേൽക്കുന്ന ഭാഗവും ആ ഉയർപ്പിന് മുമ്പ് സംഭവിച്ച ഈശോ മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിലിറങ്ങി. എന്തിനാണ് ഈ പാതാളത്തിലിറങ്ങിയത്? ഇവിടെ സാധാരണഗതിയിൽ മലയാള ഭാഷയിൽ പാതാളം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നരകം എന്നാണ് ചിന്തിക്കാറുള്ളത്. എങ്കിൽ അത് തെറ്റാണ്. പാതാളവും നരകവും രണ്ടും വ്യത്യസ്തമാണ്. ഇവിടെ ഞാൻ സഭയുടെ പ്രബോധനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്ന് പുതിയ നിയമം കൂടെ കൂടെ പ്രസ്താവിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ പുനരുത്ഥാനത്തിന് മുൻപ് മൃതരുടെ വാസസ്ഥലത്ത് വസിച്ചു എന്ന കാര്യം മുൻകൂട്ടി സങ്കല്പിക്കുന്നു. മിശിഹ പാതാളത്തിലേക്ക് ഇറങ്ങി എന്നതിനെ സംബന്ധിച്ച് അപ്പസ്തോലിക പ്രഘോഷണത്തിൽ നൽകിയിരിക്കുന്ന ഒന്നാമത്തെ അർത്ഥം ഇതായിരുന്നു. അതായത് ഈശോ പൂർണ്ണമായിട്ട് മരിച്ചവരുടെ വാസസ്ഥലത്തേക്ക് ചെന്നതിന് ശേഷമാണ് ഉയർക്കുന്നത്. യേശു എല്ലാ മനുഷ്യരെയും പോലെ മരണം അറിയുകയും മൃതരുടെ വാസസ്ഥലത്തുള്ളവരുമായി തൻ്റെ ആത്മാവിൽ ഒന്നു ചേരുകയും ചെയ്തു. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നത് അവിടെ തടവിലാക്കപ്പെട്ടിരുന്ന ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിക്കുന്ന രക്ഷകനായിട്ട് കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. അതായത് ആദം മുതൽ യേശു വരെ ഉണ്ടായിരുന്ന സകല ജനങ്ങളോടും, അതിൽ നീതിമാന്മാരായിരുന്നവർ, അതായത് അതിലും ദൈവത്തെ തിരസ്കരിച്ച് രക്ഷയെ തിരസ്കരിച്ചിരിക്കുന്ന ആളുകളുണ്ടാകാം. അവർ പാതാളത്തിലല്ല, അവർ നരകാവസ്ഥയിലാണ്. അപ്പോൾ യേശു ഇറങ്ങിച്ചെന്നത് നരകത്തിലേക്കല്ല, നരകത്തിനെക്കുറിച്ച്. അപ്പോൾ ഇവിടെ പറയുന്നു 633 ഖണ്ഡികയിൽ, ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കാറ്റഗിസം എടുത്ത് വായിക്കാവുന്നതാണ്. മൃതനായ മിശിഹ ഇറങ്ങിയ മൃതരുടെ വാസസ്ഥലത്തെ വിശുദ്ധ ഗ്രന്ഥം പാതാളം, ഹെൽ എന്ന് വിളിക്കുന്നു. ഹീബ്രു ഭാഷയിൽ ഷിയോൾ എന്നും ഗ്രീക്ക് ഭാഷയിൽ ഹേദസ് എന്നുമാണ് ഈ സ്ഥലം അറിയപ്പെടുക. അവിടെയുള്ളവർക്ക് ദൈവദർശനം ലഭിക്കുന്നില്ല. ദുഷ്ടരായാലും നീതിമാന്മാരായാലും രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ എല്ലാ മർത്യരുടെയും അവസ്ഥ ഇതാണ്. ഈ പറഞ്ഞ രണ്ടു കൂട്ടരുടെയും സ്ഥിതി ഒന്ന് തന്നെയാണ് എന്നർത്ഥമില്ല. അബ്രാഹത്തിൻ്റെ മടിയിൽ സ്വീകരിക്കപ്പെട്ട ലാസർ എന്ന ദരിദ്രൻ്റെ ഉപമയിലൂടെ യേശു ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അബ്രാഹത്തിൻ്റെ മടിയിൽ തങ്ങളുടെ രക്ഷകനെ കാത്തിരുന്ന ഈ വിശുദ്ധാത്മാക്കളെ തന്നെയാണ് കർത്താവായ ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ വിമുക്തരാക്കിയത്. ശപിക്കപ്പെട്ടവരെ മോചിപ്പിക്കാനോ ശാപസ്ഥലമായ പാതാളത്തെ നശിപ്പിക്കാനോ അല്ല, പിന്നെയോ തൻ്റെ മുൻപേ പോയ നീതിമാന്മാരെ വിമുക്തരാക്കാനാണ് അവിടുന്ന് പാതാളത്തിലേക്ക് ഇറങ്ങിയത്. മരിച്ചവരോട് പോലും സുവിശേഷം പ്രഘോഷിക്കപ്പെട്ട് പാതാളത്തിലേക്കുള്ള ഇറക്കം രക്ഷയുടെ സുവിശേഷ ദൗത്യത്തിൻ്റെ പൂർണ്ണമായ നിറവേറ്റലാണ്. ഇത് യേശുവിൻ്റെ മെസ്യാനിക ദൗത്യത്തിൻ്റെ അന്തിമഘട്ടമാണ്. അതായത് ഒറ്റ ദിവസം കൊണ്ട്, അല്ലെങ്കിൽ മരിച്ച് ഉയർക്കുന്നവരെയുള്ള ആ കാലഘട്ടത്തിൽ, ആ ദിവസങ്ങളിൽ ഈശോ ലോകാരംഭം മുതലുള്ളവരോട് സുവിശേഷം പ്രഘോഷിച്ചു എന്നുള്ളത് വിസ്മരണീയതയാണത്. നമുക്ക് സാധാരണ ബുദ്ധിയിൽ ഇത് മനസ്സിലാവില്ല. അതാണ് ഇവിടെ പറയുന്നത്. സുവിശേഷ ദൗത്യത്തിൻ്റെ പൂർണ്ണമായ നിറവേറ്റലാണ് 634. ഇത് യേശുവിൻ്റെ മെസ്യാനിക ദൗത്യത്തിൻ്റെ അന്തിമഘട്ടമാണ്. അതാണ് ഈശോയുടെ ഒന്നാം വരവിൽ, ഈശോയുടെ മെസ്യാനിക ദൗത്യം, ഒന്നാം വരവിൻ്റെ അന്ത്യഘട്ടം. കാലത്തെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയതെങ്കിലും അതിൻ്റെ യഥാർത്ഥ ഉള്ളടക്കത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായ ഒരു ഘട്ടമാണിത്. ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് കർമ്മം എല്ലാ കാലങ്ങളിലെയും എല്ലാ സ്ഥലങ്ങളിലെയും എല്ലാ മനുഷ്യരിലേക്കും വ്യാപിക്കുന്നു. കാരണം രക്ഷിക്കപ്പെടുന്നവരെല്ലാം വീണ്ടെടുപ്പിൽ ഭാഗവാക്കുകളാക്കപ്പെടുന്നു. മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്നതിനും ശ്രവിക്കുന്നവർ ജീവിക്കുന്നതിനും
ഇത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 25-ാമത്തെ വചനമാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട്, മരിച്ചവർ, അതായത് യേശുവിന് മുമ്പ് മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ശ്രവിക്കുന്നവർ ജീവിക്കും. ജീവിക്കുന്നതിനും വേണ്ടി ക്രിസ്തു മരണത്തിൻ്റെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവൻ്റെ കർത്താവായ യേശു മരണം വരിച്ചുകൊണ്ട് മരണത്തിന്മേൽ അധികാരമുള്ളവനെ, അതായത് പിശാചിനെ നശിപ്പിക്കുകയും മരണഭീതിയിൽ ജീവിതകാലം മുഴുവനും ബന്ധനത്തിലായിരുന്നവരെ മോചിപ്പിക്കുകയും ചെയ്തു. ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ പറയുന്ന ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിന്. അപ്പോൾ യേശുവിൻ്റെ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള ആത്മാക്കളുടെ മേൽ സകല അധികാരങ്ങളുണ്ട്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുകൾ. അപ്പോൾ പാതാളം എന്ന് പറയുന്നത് ഈ മരിച്ച ആത്മാക്കളുടെ വാസസ്ഥലമാണ്. രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമം കേൾക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും മടങ്ങണം. വിശുദ്ധൻ്റെ പ്രകീർത്തനം ഇങ്ങനെയാണ് സഭയുടെ പ്രബോധനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ദുഃഖ ശനിയാഴ്ചയുടെ അവസ്ഥയിൽ, മരണത്തിന് ശേഷം പാതാളത്തിൽ ഇറങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ ഇന്ന് വലിയൊരു നിശബ്ദത ഭൂമിയെ ഭരിക്കുന്നു. വലിയൊരു നിശബ്ദതയും വലിയൊരു പ്രശാന്തതയും. വലിയ നിശബ്ദത എന്തുകൊണ്ടെന്നാൽ രാജാവ് ഉറങ്ങുന്നു. ഭൂമി വിറക്കുകയും നിശ്ചലമാകുകയും ചെയ്തു. കാരണം ദൈവം ശരീരത്തിൽ ഉറങ്ങുകയും ലോകാരംഭം മുതൽ ഉറങ്ങിയവരെ ഉണർത്തുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിൽ ഉറങ്ങുന്നു. യേശു മരിച്ചു എന്നുള്ളതാണ്, ശരീരത്തിൽ ഉറങ്ങുന്നു. എന്നാൽ ഈ സമയത്ത് യേശുവിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതാണ്, മരിച്ചു അടക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ യേശു അതിശക്തമായി പ്രവർത്തിക്കുന്നു. ലോകാരംഭം മുതൽ ഉറങ്ങിയവരെ ഉണർത്തുകയും ചെയ്തു. നമ്മുടെ ആദിപിതാവിനെ, അതാണ് ആദവും ഹവ്വയും, അവരാണ് ഉത്ഭവപാപം ചെയ്തത്. ആ ഉത്ഭവപാപം മൂലമാണ് ലോകം മുഴുവനും പാപമുണ്ടായത്. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ മനസ്സിലാക്കി. ആ ഉത്ഭവപാപം ചെയ്തവരെ ദൈവം ശിക്ഷിക്കുകയല്ല ചെയ്തത്. ഏദേൻ തോട്ടത്തിൽ നിന്ന് അവരെ പറഞ്ഞു വിട്ടത് ശിക്ഷിക്കാനല്ല. അവർ ഏദേൻ തോട്ടത്തിൽ നിന്നാൽ ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും കൂടി പറിച്ച് ഭക്ഷിച്ച് അമർത്യരാകാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് അവർ പാപാവസ്ഥയിലാണ്. ആ പാപാവസ്ഥയിൽ, ആ മരണാവസ്ഥയിൽ, ആ പൈശാചികാവസ്ഥയിൽ അവരെങ്ങാനും ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ച് ഭക്ഷിച്ചാൽ അവർ അമർത്യരാകും. അപ്പോൾ ഏതവസ്ഥയിൽ അമർത്യരാകും? പാപാവസ്ഥയിൽ അമർത്യരാകും, മരണാവസ്ഥയിൽ അമർത്യരാകും. പിന്നെ അവർ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കർത്താവ് അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങളിവിടെ നിന്നാൽ അപകടമാണ്. നിങ്ങളൊരു തെറ്റ് ചെയ്തത് മൂലം നിങ്ങൾ ഇപ്പോൾ മരണാവസ്ഥയിലാണ് നിങ്ങളുടെ ആത്മാവ്. ഇനി നിങ്ങളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ എൻ്റെ പുത്രൻ ഞാൻ അയക്കും. അവൻ വന്ന് നിങ്ങളുടെ മരണാവസ്ഥയ്ക്ക് പരിഹാരം ചെയ്ത് അവൻ മരിച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ മോചിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവരുടെ രക്ഷയുടെ ആരംഭം അവിടെ കുറിച്ചു. ആ ആദവും ഹവ്വയും മരിച്ചു. ആ മരിച്ച ആത്മാക്കളോട് ഇതാ പുത്രൻ തമ്പുരാൻ വന്ന് അവർ ചെയ്ത പാപത്തിന് പുത്രൻ തമ്പുരാൻ കുരിശിൽ പരിഹാരം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. മരത്താലേ വന്ന പാപങ്ങൾ മരത്താലേ മായ്ക്കുവാനായി മരത്തിന്മേൽ ആർദ്രനായി നാഥൻ മരിക്കുന്നു രക്ഷകൻ നൂനം. അങ്ങനെ കർത്താവ് ഈശോ മിശിഹ ആദിമാതാപിതാക്കളായ ആദവും ഹവ്വയും ചെയ്ത ഉത്ഭവപാപവും ആ ഉത്ഭവപാപത്തിൻ്റെ സകല പരിണത ഫലങ്ങളും അടങ്ങുന്ന ലോകത്തിൻ്റെ പാപം മുഴുവനും തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് രക്ഷ നേടി, വീണ്ടെടുത്തു. അതാണ് കുരിശിനാൽ അവൻ ലോകത്തെ വീണ്ടെടുത്തു. വിശുദ്ധ കുരിശിന് ഞങ്ങൾ ആരാധിച്ചു വണങ്ങുന്നു. രണ്ടാം തലം നമ്മൾ കുരിശിൻ്റെ വഴിയിൽ പ്രാർത്ഥിക്കാറുള്ളത്. ഇതാ ആ കർത്താവ് കുരിശിൽ മരിച്ച്
മനുഷ്യൻ്റെ ആദത്തിൻ്റെയും ഹവയുടെയും അടങ്ങുന്ന മനുഷ്യവംശത്തിനെ മുഴുവനും പരിഹാരം ചെയ്തതിന് ശേഷം അവരുടെ വാസസ്ഥലമായ പാതാളത്തിലേക്ക് ചെന്നിട്ട് അവരോട് പറയുകയാണ്, ആദിപിതാവിനെ കാണാതെ പോയ ആടിനെ എന്ന പോലെ. കാറ്റഗിസം 635 സഭയുടെ പ്രബോധനമാണ്. ആദിപിതാവിനെ കാണാതെ പോയ ആടിനെ എന്ന പോലെ അവിടെ നിന്ന് അന്വേഷിച്ചു പോയി. അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും വസിക്കുന്നവരെ സന്ദർശിക്കാൻ അവരാഗ്രഹിച്ചു. ബന്ധനത്തിൽ കഴിയുന്ന ആദത്തെയും അവനോടൊപ്പം തടവുകാരിയായ ഹവ്വയെയും ദുഃഖത്തിൽ നിന്ന് സ്വതന്ത്രരാക്കാൻ ദൈവപുത്രനായ അവിടുന്ന് പോകുന്നു. ഞാൻ നിന്റെ ദൈവമാണ്, നിനക്ക് വേണ്ടി നിന്റെ പുത്രനായവൻ, ഉറങ്ങുന്നവനെ എഴുന്നേൽക്കൂ. പാതാളത്തിൽ തടവുകാരനായിരിക്കാനല്ല ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. പ്രൈസ് ദ ലോർഡ്. പാതാളത്തിൽ തടവുകാരനായിരിക്കാനല്ല ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, മരണമടഞ്ഞവരുടെ ജീവനാണ് ഞാൻ. വാസ്തവത്തിൽ കിഴക്കിൻ്റെ സഭ അല്ലെങ്കിൽ ഈസ്റ്റേൺ ലിറ്റർജിക്കൽ ട്രഡീഷനിൽ ഈശോ പാതാളത്തെ ഇളക്കി മറിച്ചുകൊണ്ട് അവിടെ നിന്ന് ആദത്തെയും ഹവ്വയെയും ഉയർത്തിയെടുക്കുന്ന ഒരു ഐക്കണുണ്ട്. അത് വളരെ മനോഹരമായ ഒരു ചിത്രമാണത്. അത് കാണണമത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം, അവൻ പാതാളത്തിൽ ഇറങ്ങിയത് ആദവും ഹവ്വയും വരെയുള്ള സകല നീതിമാന്മാരെയും ഉയർപ്പിക്കാൻ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് കരേറ്റാൻ വേണ്ടിയാണ്. എന്തുകൊണ്ട്? തലേ ദിവസം ഈശോ അവരുടെ പാപത്തിന് പരിഹാരം ചെയ്തു, ദുഃഖവെള്ളിയാഴ്ച. ഇനി അവർ ഈ അന്ധകാരത്തിൽ കഴിയേണ്ടതില്ല. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലായി കഴിയുമ്പോൾ തന്നെ നമുക്ക് വലിയ ആശ്വാസമാണ്. അതാണ് നമ്മുടെ പാപങ്ങളും അതിന് കാരണമായ ഉത്ഭവപാപവും അടങ്ങുന്നവരെല്ലാം ദൈവം തൻ്റെ പീഡാനുഭവത്തിലൂടെ രക്ഷിച്ചു കഴിഞ്ഞിരിക്കണം. ആദിമാതാപിതാക്കൾ ഇന്ന് എവിടെയാണ്? അവരിന്ന് സ്വർഗത്തിലാണ്. വാസ്തവത്തിൽ ഉത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുന്ന അവസരത്തിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. സ്വർഗാരോഹണം ചെയ്ത് ഈശോ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ചിത്രമൊന്ന് മനസ്സിലേക്ക് വരിക. 33 വർഷം മുമ്പ് ഈ സ്വർഗത്തിൽ നിന്ന് ഈശോ മനുഷ്യനായി അവതരിക്കാൻ ഭൂമിയിൽ വന്നതിന് ശേഷം ഈ 33 വർഷ കാലയളവിലാണ് ഈശോയുടെ ആദ്യ വരവ്. ഈ ആദ്യ വരവ്, ഇനി രണ്ടാം വരവ്. ഈ ആദ്യ വരവിൽ ഈശോ ചെയ്ത കാര്യങ്ങളിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താ? ദുഃഖവെള്ളിയാഴ്ച ഈശോ മനുഷ്യവംശത്തിൻ്റെ സകല പാപങ്ങളും തൻ്റെ മേൽ ഏറ്റെടുത്തപ്പോൾ അതിൽ ആദവും ഹവ്വയും അടങ്ങുന്നവർ, യേശു ജനിക്കുന്ന അല്ലെങ്കിൽ യേശു പീഡ സഹിക്കുന്നത് വരെ ലോകാരംഭം മുതലുള്ള എല്ലാവരുടെയും പാപം യേശു ഏറ്റെടുത്തതിന് ശേഷം അവരെ സ്വർഗത്തിലേക്ക് എടുത്തു. അതിനുശേഷം സ്വർഗാരോഹണം ചെയ്ത ഈശോ സ്വർഗത്തിൽ ചെന്നപ്പോൾ കാണുന്നത്, അവിടെ ആരാണ് ആദ്യം ഈശോയെ സ്വീകരിക്കാൻ വന്നിരിക്കുന്നത്? അല്ലോ, ആദ്യത്തെ ആദവും രണ്ടാം ആദവും തമ്മിൽ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന രംഗമാണ്, ഒരു കെട്ടിപ്പിടിക്കുന്ന രംഗം ഒന്ന് കാണുക. ഞാനിത് വളരെ സന്തോഷത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. ഇത് ആദ്യം എനിക്ക് മനസ്സിലായി കഴിഞ്ഞതോടെ എനിക്ക് ഭയങ്കര ആനന്ദമാണ്. സ്നേഹമുള്ളവരെയും, അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കത്തിൽ പാതാളത്തിലേക്ക് ഇറങ്ങിയതും നരകവുമായിട്ട് വ്യത്യാസമുണ്ടെന്നും യേശു പാതാളത്തിലിറങ്ങിയത് ആദവും ഹവ്വയും വരെയുള്ളവരെ സ്വർഗത്തിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയാണെന്നും നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ സർവാധിപനാം കർത്താവേ എന്ന് താനെ പാടാൻ വരും. ഒരു ചെറിയ സംഭവം കൂടി അതിൻ്റെ ഇടയിൽ ഞാൻ ചേർക്കാണ്. നമ്മൾ ഉത്ഥാനം, ഈസ്റ്റർ, ആ ഉയർപ്പ് തരുന്നാളിന് ഈസ്റ്റർ എഗ് എന്ന് പറഞ്ഞ് കോഴിമുട്ട കളറൊക്കെ അടിച്ച് ആൽഫായും ഒമേഗ എന്നൊക്കെ എഴുതി നമ്മൾ പല വീടുകളിലും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെ ഈസ്റ്റർ എഗ്, ഇപ്പോൾ നമ്മുടെ നാട്ടിലുമൊക്കെ ഉണ്ട്. എന്താണ് ആ ഈസ്റ്റർ എഗ്ഗിൻ്റെ പ്രസക്തി? ഈസ്റ്റർ എഗ്ഗിൻ്റെ പ്രസക്തി ഇതാണ്: കോഴിമുട്ടയുടെ ഉള്ളിൽ തന്നെ ആ കോഴിയാകാനും അത് വിരിയാനും അത് കുഞ്ഞായി പുറത്തു വരാനും ഉള്ള ഒരു ജീവൻ കോഴിമുട്ടയുടെ ഉള്ളിലുണ്ട്. ആ കോഴിമുട്ടകളുടെ മേൽ
തള്ളക്കോഴി അടയിരുന്ന് കഴിഞ്ഞ ഒരു നിശ്ചിത കാലഘട്ടം 21 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മുട്ട വിരിയുന്നു എന്ന് പറഞ്ഞാൽ ഈ മുട്ടയുടെ ഉള്ളിൽ ജീവൻ തുടിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കോഴിക്കുഞ്ഞ് അതിൻ്റെ ചുണ്ടുകൊണ്ട് അത് പൊട്ടി വിടർത്തുന്നത്. തള്ളക്കോഴി അതിനെ കൊത്തി വിടർത്തുകയല്ല. എന്ന പോലെയാണ് ഉയർപ്പ്. അപ്പോൾ ഉയർപ്പ് എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, യേശുവിൻ്റെ ഈ മരിച്ച ശരീരത്തിൽ, യേശുവിൻ്റെ ഈ മരിച്ച അവസ്ഥയിൽ അതിൽ ജീവനുണ്ടായിരുന്നു, അതിലൊരു ദൈവികതയുണ്ട്. ആ ദൈവിക ശക്തിയ തന്നെയാണ് ഉയർപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു, ആരും എന്നിൽ നിന്നത് പിടിച്ചെടുക്കുകയില്ല, ഞാനത് സ്വമനസാ സമർപ്പിക്കുകയാണ്. ശ്രദ്ധിക്കണം, അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈശോ തന്നെ തൻ്റെ ജീവൻ സമർപ്പിക്കുകയാണ് ചെയ്തത്. അത് സമർപ്പിക്കാനും, അങ്ങനെ സമർപ്പിച്ച് മരിച്ച ആ യേശുവിനെ ആ മരിച്ച അവസ്ഥയിൽ അതിനെ തിരികെ എടുക്കാനുള്ള അധികാരം പിതാവ് കൊടുത്തിരിക്കുകയാണ്. ഇത് ഇത്തിരി വിസ്മയനീയതയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ കാറ്റഗിസത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, ഉയർപ്പിനെ കുറിച്ചുള്ളൊരു ഭാഗത്ത് പറയുന്നത് ഇതാണ്. സഭാപിതാക്കന്മാർ 650 സഭാപിതാക്കന്മാർ പുനരുത്ഥാനത്തെപ്പറ്റി ചിന്തിക്കുന്നത് ക്രിസ്തുവിലെ ദൈവിക വ്യക്തി അവിടുത്തെ ആത്മാവും ശരീരവുമായി ഐക്യപ്പെട്ടിരുന്നുവെന്നും മരണം വഴി അവ തമ്മിൽ വേർപെട്ടപ്പോൾ, ഇപ്പം മരണം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവ് ശരീരത്തെ വിട്ടു. ആത്മാവും ശരീരവും വേർപെടുന്നതാണ് മരണം. നമ്മുടെ മരണവും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ട്, ആത്മാവ് ദൈവത്തിലേക്ക് പോകുന്നു, ശരീരം മണ്ണിലേക്ക് പോകുന്നു. പക്ഷേ ഈ മണ്ണിലേക്ക് പോകുന്ന ശരീരത്തിന്, ഈ മണ്ണിലേക്ക് പോകുന്ന ശരീരം ദൈവത്തിൽ നിന്ന് തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൽ ഒരു ദൈവത്വമുണ്ട്. യേശുവിൻ്റെ ദൈവിക വ്യക്തി അവിടുത്തെ ആത്മാവും ശരീരവുമായി ഐക്യപ്പെട്ടിരുന്നുവെന്നും മരണം വഴി അവ തമ്മിൽ വേർപെട്ടപ്പോൾ പോലും അപ്രകാരമായിരുന്നുവെന്നുമുള്ള ഈ വീക്ഷണത്തിൽ അടിയുറച്ചാണ് സഭാപിതാക്കന്മാർ. ശ്രദ്ധിക്കണം, വ്യതിരിക്തവും വേർപെട്ടും നിലനിന്നിരുന്ന രണ്ട് മാനുഷിക ഘടകങ്ങളിൽ ഓരോന്നിലും, അതായത് രണ്ട് മാനുഷിക ഘടകങ്ങൾ, നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ്, ഇത് രണ്ടിലും ഒരു ദൈവിക പ്രകൃതിയുണ്ട്. ആ ദൈവിക പ്രകൃതി മരിച്ചാലും നമ്മുടെ ശരീരത്തിന് നഷ്ടപ്പെടുന്നില്ല. ഇത് കാറ്റഗിസത്തിൽ 650-ാം ഖണ്ഡികയിൽ പറയുന്നത്, സിറോ മലങ്കര കുർബാനയിൽ ഖണ്ഡന പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് മുൻപായിട്ട് വൈദികൻ സ്വരം താഴ്ത്തി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വചനമായ ദൈവം ശരീരത്തിൽ ഇപ്രകാരം യഥാർത്ഥമായി പീഡ അനുഭവിക്കുകയും ബലിയായി തീർന്ന കുരിശിൽ വെച്ച് ഖണ്ഡിക്കപ്പെടുകയും ചെയ്തു. അവൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടെങ്കിലും ദൈവത്വം ആത്മാവിൽ നിന്നോ ശരീരത്തിൽ നിന്നോ വേർപിരിഞ്ഞില്ല. അവൻ കുന്തം കൊണ്ട് വിലാവിൽ കുത്തേറ്റു. ലോകത്തിന് മുഴുവൻ പാപപരിഹാരമുണ്ടാക്കുന്ന രക്തവും വെള്ളവും അവിടെ നിന്നൊഴുകി. അവയാൽ അവൻ്റെ ശരീരം മുഴുവൻ നനഞ്ഞു. സർവ്വലോകത്തിൻ്റെയും പാപം നിമിത്തം പുത്രൻ തമ്പുരാൻ കുരിശിൽ മരിച്ചു. അവൻ്റെ ആത്മാവ് വീണ്ടും ശരീരത്തോട് ചേരുകയും ഇടത്തേതിനടുത്ത ജീവിത രീതിയിൽ നിന്നും വലത്തേതിലേക്ക് അവൻ നമ്മെ തിരിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ഇതാണ് ഞാൻ പറഞ്ഞത്, വിസ്മയനീയത നമ്മൾ കുറച്ച് മനസ്സിലാക്കണം. ഈശോയുടെ മരിച്ച ശരീരത്തിൽ ഉള്ള ദൈവിക പ്രകൃതി തന്നെയാണ് ആ ശരീരത്തെ ഉയർപ്പിക്കുന്നത്. ആ ദൈവിക പ്രകൃതിയുടെ മറ്റൊരു പ്രത്യേകത, ഈശോയുടെ ശരീരം
അഴുകാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേക്കും. 3-ാം ദിവസം എന്ന് പ്രത്യേകം പറയുന്നതും സങ്കീർത്തനങ്ങളിലെല്ലാം പറയുന്നത് അവൻ്റെ ശരീരം അഴുകാൻ വിട്ടുകൊടുക്കില്ല. 4-ാം ദിവസമാണ് ശരീരം അഴുകുന്നത്. ലാസറിൻ്റെ കാര്യത്തിൽ ഈശോ 4-ാം ദിവസം വന്നു. കാരണം അഴുകട്ടെ, അഴുകിക്കഴിഞ്ഞിട്ട് ഉയർക്കണം. മനുഷ്യരെല്ലാവരും അഴുകിയതിന് ശേഷം ഉയർക്കുന്നു. എന്നാൽ യേശുവിൻ്റെ ശരീരം അഴുകുന്നതിന് മുമ്പ് ഉയർത്തു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ ആ ഉയർത്ത ശരീരം ഈ മരിച്ച ശരീരം തന്നെയാണ് ഉയർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ ഉയർത്തതിന് ശേഷം പറയുന്നത്, നോക്കൂ എൻ്റെ ശരീരത്തിലെ മുറിവുകൾ നോക്കൂ, ഞാനൊരു ഭൂതമല്ല, ഞാൻ മരിച്ച ആ ശരീരം തന്നെയാണ് ഉയർത്തിരിക്കുന്നതും ആ ഉയർത്ത ശരീരത്തിന് എന്നാൽ മറ്റൊരുപാട് പ്രത്യേകതകളുണ്ടായിരിക്കുന്നു. ഇതാണ് ഉയർപ്പിൻ്റെ വലിയ ഒരു കാര്യം. മരിച്ച ശരീരം തന്നെയാണ് ഉയർത്തിരിക്കുന്നതെങ്കിലും ആ ഉയർപ്പിലൂടെ ആ ശരീരത്തിന് വളരെയധികം പ്രത്യേക പ്രോപ്പർട്ടീസ്, പ്രത്യേക സിദ്ധികളുണ്ട്. അതാണ് ഈശോ ഏത് നേരത്തും എവിടെ വേണമെങ്കിലും പ്രത്യക്ഷനാകാം, ഒരേ സമയത്ത് പല സ്ഥലത്ത് പ്രത്യക്ഷമാകാം. ഈശോ ആ ശരീരം രൂപാന്തരപ്പെട്ട് പല അവസ്ഥയിലേക്ക് മാറാം. ആ ശരീരത്തോടെ അടഞ്ഞു കിടക്കുന്ന വാതിലിനുള്ളിലൂടെ യേശുവിന് കടന്നു വരാം. ഇതെല്ലാം ആ ഉയർത്ത ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ ആ ഉയർത്ത ശരീരം മരിച്ച ശരീരവും അതിൻ്റെ മുറിവുകളോടും കൂടിയാണ് ഉയർത്തിരിക്കുന്നത്. സ്നേഹമുള്ളവരെയും, ഇത്രയും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ ശരീരമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഭക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ശരീരവും രക്തവും നമ്മളിലേക്ക് നിറയുമ്പോൾ നമ്മളിൽ ഒരു വലിയ രൂപാന്തരീകരണം ഉണ്ടാകുന്നുവെന്നും അങ്ങനെ രൂപാന്തരീകരിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനി പുതിയ സൃഷ്ടിയായി ഇവിടെ. ആ പുതിയ സൃഷ്ടിയായ ക്രിസ്ത്യാനി അവൻ മരിക്കുന്ന സമയത്ത് അവൻ്റെ ശരീരം അഴുകുമ്പോഴും അവൻ്റെ ശരീരത്തിൻ്റെ ദൈവിക പ്രകൃതി അഴുകുന്നില്ല. ദൈവിക പ്രകൃതി തന്നെയാണ്. ആ ദൈവിക പ്രകൃതി ഇപ്പം എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ നമ്മുടെ ശരീരത്തിനും ആത്മാവിനും ഉള്ള ദൈവിക പ്രകൃതി, അതാണ് കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞ ഇറ്റ് ഈസ് ലൈക്ക് എ ലിങ്ക്. ഒരു സോഫ്റ്റ്വെയർ ലിങ്ക് കൊടുത്താൽ, ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉടനെ വെളിവായി കിട്ടും. എന്ന പോലെ ഈ ശരീരപ്രകൃതിയിലും ശരീരത്തിനും അഴുകിപ്പോയ ആ ശരീരത്തിന് ഒരു ദൈവിക പ്രകൃതി ഉണ്ട്. ആ ദൈവിക പ്രകൃതി അഴുകുന്നില്ല. ആ ദൈവിക പ്രകൃതി അന്ത്യദിനത്തിൽ ഈ ശരീരത്തെ ഉയർപ്പിക്കുകയും ഈ ശരീരത്തിൻ്റെ ആ ദൈവിക പ്രകൃതി കൊണ്ട് ഈ ശരീരത്തോട് മുമ്പ് ചേർന്നിരുന്ന ആത്മാവിനെ അത് കണ്ടുപിടിക്കുകയും അങ്ങനെ അതേ വ്യക്തിയുടെ ആത്മാവും ശരീരവുമായിട്ട് ഒന്നാകുന്നു. ദൈവം തന്നെ നമുക്ക് നൽകുന്ന ഒരു പുതിയ ശരീരം. അത് അമർത്യമാണ് ആ ശരീരം. അതെങ്ങനെ ഉണ്ടാകുമെന്നുള്ളതെല്ലാം നമുക്ക് അടുത്ത ഇതിൽ പഠിക്കണം. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസ പ്രമാണത്തിലെ എല്ലാ കണികകളിലും വിശ്വസിക്കാനും അങ്ങനെ ഞങ്ങളുടെ വിശ്വാസം കരുത്തുള്ളതാകാനും അങ്ങനെ ഞങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകാനും ഭൂമിയുടെ ഉപ്പാകാനും അങ്ങനെ വേഗം ഈ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകാനും അങ്ങനെ യേശുവിൻ്റെ 2ാം വരവ് വേഗം സംഭവിക്കാനും ഇടയാകുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.